യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അനുയായികളുടെ അടൂരിലെ വീട്ടിൽ വ്യാപക പരിശോധന തുടരുകയാണ്. KSU പ്രവർത്തകൻ നുബിൻ ബിനുവിന്റെ ഫോൺ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ രേഖാ കേസിൽ മൂന്നാം പ്രതി അഭി വിക്രമിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വ്യാപക പരിശോധന. 4-അംഗ ക്രൈംബ്രാഞ്ച് സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അനുയായികളുടെയും സുഹൃത്തുക്കളുടെയും അടൂരിലെ വീടുകളിൽ വ്യാപക പരിശോധന നടത്തി. KSU പ്രവർത്തകനായ നുബിൻ ബിനുവിന്റെ ഫോൺ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അഭി വിക്രമിന്റെ ഫോണിൽ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും സൈബർ സംഘത്തിന്റെ സഹായത്തോടെ അതെല്ലാം തിരിച്ചെടുത്തപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം ചില തെളിവുകൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് മൊഴി രേഖപ്പെടുത്താനായി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം മ്യൂസിയം പോലീസ് ഒരു തവണ രാഹുലിനെ ചോദ്യം ചെയ്തതാണെങ്കിലും അന്ന് തെളിവുകൾ കിട്ടാത്തതിനാൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ രാഹുലിന്റെ ഭാഗം കൂടി കേട്ട ശേഷമാകും പ്രതിപട്ടികയിൽ ചേർക്കണോ എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ സാക്ഷിയാക്കി കുറ്റപത്രം സമർപ്പിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയതാണ് കേസ്. ഇതിൽ രാഹുലിന്റെ സന്തത സഹചാരികളും വിശ്വസ്തരുമായ ഫെനി നൈനാൻ, രഞ്ജു MJ, അഭി വിക്രം, ബിനിൽ ബിനു വ്യാജ കാർഡ് ഉണ്ടാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് ജെയ്സൺ, വികാസ് കൃഷ്ണ എന്നിവരാണ് പ്രതികൾ. കേസെടുത്ത് അന്വേഷണവും നടത്തി 1 വർഷത്തിന് ശേഷം കൂടുതൽ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ നിർണായകമായ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നുള്ള സംശയം ക്രൈംബ്രാഞ്ചിനുമുണ്ട്. എന്നാൽ അന്വേഷണം ഈ ഘട്ടത്തിൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.